നോക്കത്താ ദൂരത്ത് ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങളുണ്ട്. ഒത്തിരി ഗ്രീൻ ഹൗസ് ഉണ്ട് കേട്ടോ. ഇതായത് കാണുന്ന ഗ്രീൻ ഹൗസ് ഇതിൽ കൃഷി ചെയ്തേക്കണം. ഇവിടുത്തെ പൈസ ടെഞ്ചാണ്. ഒരു ടെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 400 ടെഞ്ച് കിട്ടും. അപ്പം ഇന്ത്യൻ രൂപയുടെ ആകുമ്പോൾ 4 ഇരട്ടി വരും. $100 കൊടുത്തു കഴിഞ്ഞാൽ 400 ടെഞ്ച് കിട്ടും. നമ്മൾ ഇവിടുന്ന് ഈ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ വിശാലമായി പരന്ന് കിടക്കുകയാണ് കൃഷി ഭൂമി. അതിനകത്ത് ഒരു മഞ്ഞ കളറിൽ കാണുന്നത് വി എന്ന് പറയുന്ന ഒരു തരം ധാന്യമാണ്. ഇവിടെ നാൻ ഇവരുടെ ബ്രെഡ് ആയിട്ട് വളരെ പ്രചാരത്തിലുള്ള ഒരു ബ്രെഡാണ് നാൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള നാൻ ബ്രെഡിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ്. അതുപോലെ ഈ നാൻ ഗോതമ്പ് പോലെ തന്നെ ഇരിക്കും, പൊടിച്ചു കഴിഞ്ഞാൽ മൈദ പോലെ ഇരിക്കും. ആ നാൻ കൃഷി ചെയ്യുന്നതാണ് ആ മഞ്ഞ കളറിൽ കാണുന്ന ചെടികൾ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് കൊയ്തെടുത്ത് ആ ധാന്യം പൊടിച്ച് ആ മൈദ എടുത്തിട്ടാണ് നാൻ ബ്രെഡ് ഉണ്ടാക്കുന്നത്. നാൻ ബ്രെഡിലും സമോസയിലും ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ആ സെയിം മൈദ പോലിരിക്കുന്ന ആ പൗഡറാണ്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കൃഷിയും വളരെ പ്രചാരത്തിലാണ്. ഈ ലോകത്ത് ആപ്പിള് ഉത്ഭവിച്ചത് കസാക്കിസ്ഥാനിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അൽമാട്ടിയിൽ നിന്നാണ് ആപ്പിളിൻ്റെ ഉത്ഭവം. അത് അപ്രകാരം ഒരുപാട് കൃഷിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കസാക്കിസ്ഥാനിലുള്ളത്. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എങ്കിലും ഇവിടെ മദ്യവും മറ്റുമെല്ലാം അനുവദനീയമാണ്. ലോകത്തെ ഏറ്റവും നല്ല വോഡ്കകൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രവും ഇവിടെ തന്നെയാണ്. അതായത് ഒരുപാട് പഴങ്ങളിൽ നിന്നാണ് വോഡ്ക ഉണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആപ്പിളിൽ നിന്നും പീച്ചിൽ നിന്നും പ്ലമ്മിൽ നിന്നുമെല്ലാം വോഡ്ക ഉണ്ടാക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽമാട്ടിയിൽ ചെല്ലുമ്പോൾ അതിനെപ്പറ്റിയെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്നു. അതുപോലെ കുതിര ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വളർത്തു മൃഗമാണ്. കിർഗിസ്ഥാനിലും നമ്മൾ ഒരുപാട് കുതിരകളെ കാണും എന്ന് പ്രതീക്ഷയാണ് പോകുന്നത്. അതുപോലെ തന്നെ കസാക്കിസ്ഥാനിലും കുതിരകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കുതിര ആളുകൾ വീട്ടിൽ വളർത്തുകയും കുതിര ഫാമുകളും എല്ലാമുണ്ട്. കുതിരയെ കൃഷിക്കും മറ്റ് മത്സരങ്ങൾക്കും ഇവിടെ ചില മത്സരങ്ങളെല്ലാം കുതിരയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ചില മത്സരങ്ങൾ നമ്മൾ കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് സമയവും സൗകര്യമൊക്കെ ഒത്തു വരികയാണെങ്കിൽ ആ മത്സരം കാണാനായിട്ട് ബിഷ്കെക്കിനടുത്തുള്ള ഒരു സ്ഥലത്ത് കിർഗിസ്ഥാനിൽ നമ്മൾ പോകുന്നുണ്ട്. കസാഖിസ്ഥാനിലും കുതിര ആയി ബന്ധപ്പെട്ട് ഒരുപാട് ഗെയിംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കുതിരപ്പാല്, കുതിര ഇറച്ചി ഇതെല്ലാം കസാഖിസ്ഥാനിലും കിർഗിസ്ഥാനിലുമെല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതാണ്ട് 800 കിലോമീറ്ററോളം യാത്രയുണ്ട്. ആ യാത്രയിൽ നമ്മൾ ഒരുപാട് കൃഷിയിടങ്ങളും കുതിര ഫാമുകൾ, ഇപ്പോൾ നമുക്ക് സൈഡിലേക്ക് നോക്കിയാൽ കുതിരകൾ നിറയെ കുതിരകളും ആടുകളും എല്ലാം നിൽക്കുന്നത് കാണാം. ഇവിടെ കുതിരകളുടെയും ആടിൻ്റെയും എല്ലാം ഫാമുകൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശത്തോടു കൂടിയാണ് നമ്മൾ ഇനി അടുത്ത ഏതാണ്ട് 750 കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ പോകുന്നത്. ഏതാണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെയും നോർവേയുടെയൊക്കെ പോലെ തന്നെ ഒരു ഭൂപ്രകൃതിയാണ്. കുറച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ലേക്കുകളും കുന്നിൻ ചെരുവുകളും എല്ലാം നിറഞ്ഞ, അക്ഷരാർത്ഥത്തിൽ ഏഷ്യയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല എന്ന് നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. ഇവിടുന്ന് അപ്പുറ സൈഡ് ഭയങ്കര ഇറങ്ങി ചെല്ലുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്ക്. ഇങ്ങനെ ചെറിയ ചെറിയ കുന്നുകളാണ് ഫുള്ള്, അതിൽ കൂടെ വഴികളും. നല്ല രസമാണ്. വാവ്, അങ്ങ് ദൂരെയുള്ള മുട്ടക്കുന്നുകൾ നോക്കി.
സ്റ്റാൻഡിലെ ഇതൊരു സിൽക്ക് റോഡ് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മൃഗങ്ങളിലൊന്നാണ് ഇതും സിൽക്ക് റൂട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് സിൽക്ക് റൂട്ടിനെ പ്രതീകവൽക്കരിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സിൽക്ക് റൂട്ടിനെ പ്രതിനിധീകരിക്കുന്നതാണ് ആ ഒട്ടകമായിട്ട് പോകുന്ന ആ പ്രതിമകൾ. ഈ ബസ് കാരണം കാണത്തില്ലല്ലോ. ഇവിടുത്തെ ഐസ്ക്രീം കട ഉണ്ടോ? ഐസ്ക്രീം കടയാണിത്. ഈ സൈഡിൽ മൊത്തം പൈൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കുവാണ്. ഉണ്ടാവും നടുക്കോടെ മൊത്തം പൈൻ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് സർവീസ്. എല്ലാം പച്ച കളർ അടിച്ചേക്കാണ്. ഹോട്ടൽ ഷാംകന്റ് ഇതേ മേളിൽ ഇതെവിടെ കാണുന്നത് ഹോട്ടൽ ഷാംകന്റ്. നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് താമസിച്ചു. നല്ല സിറ്റിയാണ്, അടിപൊളി സിറ്റി. ഒരു യൂറോപ്യൻ നിലവാരമുള്ള സിറ്റി. അങ്ങനെ നമ്മൾ ശ്യാംഗഞ്ചിലെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലാണ്, അതായത് കസാക്കിസ്ഥാൻ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ആ റെസ്റ്റോറൻ്റാണിത്. പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല ആ റെസ്റ്റോറൻറ്റ്. ഇതാണ് ശ്യാംഗഞ്ചിലാണ് റെസ്റ്റോറൻ്റ് എല്ലാം. കണ്ടോ ഇവിടുത്തെ ആൾക്കാരുടെ വേഷവും അങ്ങനെയാണ്. നല്ല രസമുണ്ട് റെസ്റ്റോറൻറ്റ് കാണാൻ. നമുക്ക് അവിടെ ഇരിക്കേണ്ടത് നോക്കാം. നല്ല രസമാണിത്, പണിതേക്കണാണ്. ട്രഡീഷണൽ റെസ്റ്റോറൻ്റ് ആട്ടോ. സെർവ് ചെയ്യണ ആൾക്കാരുടെ ഡ്രസ്സെല്ലാം കണ്ടോ, അതാണ് അവരുടെ ഡ്രസ്സൊക്കെ. അവിടെ കുക്ക് ചെയ്യണ സ്ഥലമൊക്കെ ഉണ്ടോ, കുക്ക് ചെയ്യണമൊക്കെ സ്പെഷ്യലാണ്. ആളുകൾ ഒത്തിരി പേരുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ടേബിൾ സെറ്റിങ്ങൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ടേബിളൊക്കെ സെറ്റ് ചെയ്തേക്കണുണ്ടോ, നല്ല രസമായിട്ട് ടേബിളെല്ലാം സെറ്റ് ചെയ്തേക്കണം. ഇപ്പോൾ കുറച്ച് സ്പെഷ്യൽ കസാക്കിസ്ഥാൻ ഡിഷസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരു സാലഡ്, ഗ്രീക്ക് സാലഡ്, പിന്നെ ഒരു സ്പെഷ്യൽ സാലഡ്, പിന്നെ ക്യാമൽ മീറ്റ്, ഹോസ് മീറ്റ്, പിന്നെ ക്യാമലിൻ്റെ വേറെ ഒരു ഡിഷ്, പിന്നെ ഒരു സൂപ്പ്. ഒരു സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് മീറ്റിൻ്റെ സൂപ്പാണത്. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് ക്യാമൽ മീറ്റ്, ഇത് ഹോഴ്സ് മീറ്റ്, ഇത് ഹോഴ്സ് മീറ്റിൻ്റെ സോസേജ്, ചിക്കൻ സാലഡാണ്, പിന്നെ ഗ്രീക്ക് സാലഡും. പിന്നെ ഡിപ്പുകളുണ്ട്. ഒരു സൂപ്പാണ്, അതെങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ടേസ്റ്റാണ്. ഹോഴ്സിൻ്റെ ഗ്രില്ല് പീസസാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്രില്ല് ചെയ്ത പീസ്. പിന്നെ എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് എന്തോ ഇട്ടിട്ടുണ്ട്, ഡ്രൈ ഐറ്റംസ്, റൈസ് പോലത്തെ എന്തോ, എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. നമ്മുടെ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ക്യാമൽ സൂപ്പാണ്, ഹോഴ്സ് സൂപ്പാണ്, ഗ്രിൽഡ് ഹോഴ്സ് സൂപ്പ്. ടേസ്റ്റാണ്. ഇതെന്തോ ബാർലി പോലെ എന്തോ സാധനം ഇട്ടിട്ടുണ്ട്. ഹോഴ്സ് മീറ്റ് ഉണ്ട്,
സോസേജിൻ്റെ പീസാണ്. ഉണ്ട്, ഇത് റൗണ്ട് സോസേജ് പോലെയാണ് ഹോഴ്സ് മീറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അത് കുഞ്ഞി കുഞ്ഞി ഹോഴ്സിൻ്റെ മീറ്റിൻ്റെ പീസസ് ഇട്ടിട്ടുണ്ട്. രണ്ടും ഉണ്ട്, സോസേജും ഉണ്ട് പീസസും ഉണ്ട്. ഇതുണ്ടോ, ചെറിയൊരു മോരുമ്പെള്ളം കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അടുത്ത് മീസോ എന്ന് പറയുന്ന ഒരു സൂപ്പാണ്, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും ബട്ടറൊക്കെ ചേർത്ത ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഫീലുണ്ട്. ടേസ്റ്റിയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ മീലൊന്ന് കഴിച്ച് നോക്കാം. മെയിൻ മീലിൽ ആദ്യം ക്യാമൽ മീറ്റ് ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല, അപ്പോൾ ക്യാമൽ മീറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് മുമ്പോട്ടുണ്ട്, പക്ഷേ ഡാമ്പ് കഴിക്കുമ്പോൾ തന്നെയാണ്. അതിന് ഈ മീനിലൂടെ ഈ നമ്മുടെ പാസ്ത പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിന് ഉപ്പ് കുറവായിരിക്കും, അത് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യാവുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഒന്നും വലിയ ഉപ്പില്ല. ആ പാസ്ത പോലെയുള്ളതും കഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് വലിയ കുഴപ്പമില്ല. ഹോഴ്സ് മീറ്റാണ്. ഹോഴ്സ് മീറ്റ് ബീഫ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കഴിച്ചു കഴിയുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോഴ്സ് മീറ്റിന് സോസേജ് കഴിച്ചു നോക്കിയായിരുന്നു, ഏകദേശം അതുപോലെ തന്നെ, ഉപ്പില്ലാന്ന് മാത്രമേ ഉള്ളൂ. ബീഫിൻ്റെ ചെറിയ സ്ലൈസസ് കഴിക്കും പോലെയുണ്ട് ഹോഴ്സ് മീറ്റ്. നല്ലതാണ്. സാലഡാണേലും നല്ലതാണ്, ഒരു വെറൈറ്റിയാണ്. വെയിറ്റ് ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് ഒന്നും ബാക്കി വെച്ചില്ല. ഇനി ട്രാവൽ ചെയ്യാനുള്ളതാണ്, 700 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, എല്ലാം എം ടി ആയി. നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു. ഇനി ഇച്ചിരി ടീയോടെ ഉണ്ട്, ആ ടീയോടെയും കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. സോ നമ്മുടെ ഇവിടെ ആളും കൂടെ ഉണ്ട്, ഇതിൻ്റെ കടയുടെ ആൾ. Shemkant, Kazakhstan. And the restaurant name of the restaurant? Bozhara restaurant. Bozhara restaurant. So everybody come here, yeah. Nice one, nice experience. ഇവർ ഞങ്ങളെ കൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യിപ്പിച്ചു. ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു. നമ്മുടെ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചു. എല്ലാം നൈസായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവരുടെ ആതിഥ്യ മര്യാദ അടിപൊളിയായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ്ങും കോസ്റ്റ്യൂംസും എല്ലാം നൈസായിരുന്നു. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ കുറേ ആൾക്കാർ വന്നിരുന്നു, പല ആൾക്കാരും വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഉണ്ട്, ഇതായിരുന്നു അവരുടെ കോസ്റ്റ്യൂംസ്, പെൺകുട്ടികളുടെ. പിന്നെയുള്ള അവരുടെ പയ്യന്മാരുടെ കോസ്റ്റ്യൂംസ് ഇതായിരുന്നു. അതെ, ഇവിടെ ആളുണ്ട്. നല്ല കോസ്റ്റ്യൂമാണ് ഇവരുടെയൊക്കെ. നല്ല ആംബിയൻസാണ് റെസ്റ്റോറൻറ്റിൻ്റെ. ഈ ആംബിയൻസ് ഉണ്ട്, ഇതെല്ലാം നല്ല ഡെക്കറേഷനാണ്. കിച്ചൺ തന്നെ ട്രഡീഷണൽ കിച്ചണാണ് ഇവിടെ വെച്ചിരിക്കുന്ന. കിച്ചൺ തന്നെ അവർ ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ അതാണ് കുക്കിങ്ങിൻ്റെ ഓവൻ. അതും ട്രഡീഷണൽ രീതിയിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ മീറ്റും അതും എല്ലാം ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഇവിടെയാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ അവിടെ വരുന്നവർക്ക് വെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇവരുടെ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് അതൊക്കെ ലിയോസൊക്കെ ഇട്ട് നോക്കി. അതൊക്കെ ഇട്ട് നോക്കി ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുവാണ്. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ് പേര്. നല്ല പാടാണ് ചെയ്യാൻ. അവരതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം അവരുടെ കൂടെ നിന്ന്. ഇതാണ് ഇവിടുത്തെ ആൾക്കാർ. അവരുടെ ഡ്രസ്സൊക്കെ നല്ല രസമാണ്.
അടിമുടി നല്ല രസമാണ്. ഡ്രസ്സുകളെല്ലാം